മിക്സഡ് മരങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് എന്തെങ്കിലും ഫർണിച്ചർ ഐറ്റംസുകൾ ഉണ്ടാക്കിയാൽ അത് തേക്ക് മരമായി തോന്നുന്നതിന് വേണ്ടി തേക്കിൻ്റെ കളർ അടിച്ചതിന് ശേഷം ഏതെല്ലാം കളർ എനാമലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് തേക്കിൻ്റെ ഗ്രേംസ് വരയ്ക്കേണ്ടത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഏത് തരം ഫർണിച്ചറുകൾക്കാണ് നമ്മൾ തേക്കിൻ്റെ കളറായി തീർക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എങ്കിലും ആദ്യമായി ചെയ്യേണ്ടത് 2 കോട്ട് സീലർ അടിക്കുകയാണ്. 2 കോട്ട് സീലർ അടിച്ചതിന് ശേഷമാണ് അതിൻ്റെ ആണിത്തുളകളും ചെറിയ ചെറിയ പൊട്ടുകളും ചെറിയ ക്യാപ്പുകളുമെല്ലാം പുട്ടിയിട്ട് അടയ്ക്കേണ്ടത്. ആ പുട്ടി നന്നായി ഉണങ്ങിക്കഴിഞ്ഞാൽ 100ൻ്റെ പേപ്പറിട്ട് പുട്ടി മാത്രം നന്നായി ഉരതിയതിനു ശേഷം ഫർണിച്ചർ മൊത്തമായി 220ൻ്റെയോ 320ൻ്റെയോ പേപ്പറിട്ട് നന്നായി ഒന്ന് ഉരതിയെടുക്കണം. അതും കഴിഞ്ഞ് ഒരു 4 ഇഞ്ചിൻ്റെ ബ്രഷ് കൊണ്ടോ ഒരു തുണിയെടുത്തോ ആ പൊടികളെല്ലാം നല്ലവണ്ണം തട്ടിക്കളഞ്ഞതിന് ശേഷം 2 കോട്ട് തേക്കിൻ്റെ പെയിൻ്റ് അടിച്ചതിന് ശേഷമാണ് തേക്ക് മരത്തിനോട് സാമ്യം തോന്നിക്കുന്ന രീതിയിലുള്ള കൊമ്പുകളുടെയും കാതലുകളുടെയും ഗ്രൈംസുകൾ വരയ്ക്കേണ്ടത്. ഈ ഗ്രൈംസുകൾ വരയ്ക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് 3 കളറുകളിൽപ്പെട്ട സാദാ എനാമലും ഗ്ലോസി വിഭാഗത്തിൽപ്പെട്ട സ്ലീക്കും അത് ലൂസ് ചെയ്യുന്നതിന് വേണ്ടി ടർപ്പൻറ്റിനുമാണ്. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 100 മില്ലിഗ്രാം അളവിൽപ്പെട്ട സാദാ എനാമലും അതിൻ്റെ കൂടെ ചേർക്കുന്നതിന് വേണ്ടി ഗ്ലോസി വിഭാഗത്തിൽപ്പെട്ട സ്ലീക്കും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അത് ലൂസാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ടർപ്പൻറ്റിനുമാണ്. ഇങ്ങനെ ഗ്രൈംസ് വരയ്ക്കുന്നതിന് വേണ്ടി മിക്സ് ചെയ്യുന്ന എനാമലുകൾ ലൂസാക്കുന്നതിന് വേണ്ടി ഈ ടർപ്പൻറ്റിനേക്കാൾ ഏറ്റവും നല്ലത് മണ്ണെണ്ണയാണ്. പക്ഷേ മണ്ണെണ്ണ ഇപ്പോൾ ലഭ്യമല്ലാത്തത് കാരണം ടർപ്പൻറ്റിൻ തന്നെയാണ് ലൂസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത് എങ്കിൽ ടിന്നറിൻ്റെ അംശം ഒട്ടും തന്നെ ചേരാത്ത രീതിയിലുള്ള ടർപ്പൻറ്റിൻ പ്രത്യേകമായി കടകളിൽ നിന്ന് വാങ്ങിക്കേണ്ടതാകുന്നു. ഇത്തരം ഗ്രൈംസുകൾ വരയ്ക്കുന്നതിനോ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയോ പുതിയ പാത്രങ്ങളിലുള്ള എനാമലുകൾ വാങ്ങിക്കൊണ്ടുവന്ന് തുറക്കുന്ന സമയത്ത് അത് പെയിൻറ് കംപ്ലൈൻ്റ് ആയതായി തോന്നിക്കുമെങ്കിലും എന്തെങ്കിലും ഒരു കമ്പെടുത്തുകൊണ്ട് നന്നായി ഇളക്കിയാൽ അത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലുള്ള പെയിന്റ് തന്നെ ആയിരിക്കുന്നതാണ്. അതുകൊണ്ട് പുതിയ പെയിന്റിന്റെ പാത്രങ്ങൾ കൊണ്ടുവന്ന് തുറക്കുന്ന സമയത്ത് അതിനകത്തുള്ള പെയിന്റുകൾ കംപ്ലൈൻ്റ് ആയി എന്ന് ശങ്കിക്കേണ്ട ആവശ്യമില്ലാത്തതും ഏത് തരം പെയിന്റിന്റെ പാത്രങ്ങളാണെങ്കിലും അത് പുതുതായി കൊണ്ടുവന്ന് തുറക്കുന്ന സമയത്ത് അതിനകത്തുള്ള പെയിന്റുകൾ കംപ്ലൈൻ്റ് ആയ രീതിയിൽ തോന്നിക്കുന്നില്ല എങ്കിൽ പോലും നന്നായി ഇളക്കിയതിന് ശേഷമാണ് പെയിന്റുകൾ ഉപയോഗിക്കേണ്ടത്. മുമ്പ് കാണിച്ചതുപോലെയുള്ള മഞ്ഞ, ചുവപ്പ്, കറുപ്പ് എന്നീ സാദാ എനാമലുകളും അതിലേക്ക് കുറച്ച് ഗ്ലോസി വിഭാഗത്തിൽപ്പെട്ട സ്ലീക്കും കൂടെ ചേർത്തതിന് ശേഷം സാധാരണഗതിയിലായി നമ്മൾ പെയിൻ്റ് അടിക്കാനായി ഉപയോഗിക്കുന്നതിൽ നിന്നും അല്പം കൂടെ കൂടുതലായി ലൂസാക്കിയതിന് ശേഷം നമ്മുടെ കൈ നന്നായി കൊള്ളുന്ന രീതിയിലുള്ള ഒരു പാത്രത്തിലാക്കി ഒരു വെള്ള കളർ വേസ്റ്റിൻ്റെ പീസ് എടുത്തുകൊണ്ട് നമ്മൾ ഗ്രൈംസ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ഫർണിച്ചറിൽ മൊത്തമായി ആദ്യമായി ഒന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് അതിൻ്റെ കാതലകൾക്കും കമ്പുകൾക്കുമായി നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്തമായ ആകൃതികൾ ഒരു ചെറിയ ബ്രഷ് കൊണ്ടോ അല്ലെങ്കിൽ ആ കോട്ടൺ ഒന്ന് ചുരുട്ടിപ്പിടിച്ചുകൊണ്ടോ ചെയ്തു കൊടുത്തുകൊണ്ടാണ് ഗ്രൈംസുകൾ വരയ്ക്കേണ്ടത്. ഇങ്ങനെയുള്ള ഈ ഗ്രൈംസുകൾ വരക്കുന്ന വരെ ഈ ഫർണിച്ചറുകൾക്ക് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരുന്ന പെയിന്റുകൾ ടിന്നർ ബേസ് ആയതുകൊണ്ട് പെട്ടെന്ന് ഉണങ്ങിയതുപോലെ ഇപ്പോൾ ഈ വരച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൈൻസുകൾ ടർപ്പൻറ്റിനോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് അതുപോലെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടുകയില്ലാത്തത് കാരണം ഈ ഗ്രൈംസുകളെല്ലാം വരച്ചതിന് ശേഷം ഇത്തരത്തിലുള്ള ഫർണിച്ചറുകൾക്ക് അവസാനമായി നൽകപ്പെടുന്ന ക്ലിയറും കൂടെ അടിച്ചു കൊടുക്കേണ്ടത് ഈ ഗ്രൈംസ് എല്ലാം വരച്ച് അത് നന്നായി ഉണങ്ങുന്നതിന് വേണ്ടി 1 ദിവസമെങ്കിലും സാവകാശം കൊടുത്തതിന് ശേഷമാണ് ഏറ്റവും നല്ലത്. ഗ്രൈംസുകൾ വരച്ചത് നന്നായി ഉണങ്ങുന്നതിന് മുമ്പായി നമ്മൾ ക്ലിയറും കൂടെ അടിക്കാൻ മുതിർന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതുവരെ ചെയ്തിട്ടുള്ള എല്ലാ പെയിന്റുകളും പൊളിഞ്ഞു പോരാൻ സാധ്യതയുണ്ട്. ഗ്രൈംസുകൾ വരക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള എനാമലുകൾ മിച്ചം വന്നതിലേക്ക് അല്പം ടർപ്പൻറ്റിൻ ഒഴിച്ചു കൊടുത്ത് നന്നായി അടച്ചതിന് ശേഷം അത് പിന്നീട് ഇളകാത്ത രൂപത്തിലുള്ള എവിടെയെങ്കിലും എടുത്തു വെക്കുകയാണെങ്കിൽ ആ എനാമലുകൾ പാടകെട്ടാതെയും കട്ട പിടിക്കാതെയും ഒരുപാട് കാലം കേടൊന്നും കൂടാതെ നമുക്ക് വീണ്ടും ഉപയോഗിക്കാവുന്ന രൂപത്തിൽ സൂക്ഷിക്കാവുന്നതാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത വീഡിയോയുമായി ഉടൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു. എല്ലാവർക്കും വണക്കം.